മലയാളം കണ്ട ഏറ്റവും മികച്ച പത്രപ്രവർത്തകൻ, ഏറ്റവും മികച്ച കോളമിസ്റ്റ്, മലയാള സാഹിത്യ ശാഖയിലെ ഏറ്റവും മികച്ച സാഹിത്യ വിമർശകൻ, മികച്ച വാഗ്മി തുടങ്ങിയ നിരവധി മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു മഹത് വ്യക്തി. കോളേജ് പഠനകാലത്ത് അദ്ദേഹം വായിച്ചൊരു പുസ്തകം, ആ പുസ്തകത്തിന്റെ പേരിൽ മറ്റൊരു പുസ്തകം എഴുതുക, ആ എഴുതിയ പുസ്തകം മലയാളികൾ എല്ലാവരും തന്നെ നെഞ്ചോട് ചേർത്തു. കാലങ്ങൾ പിന്നിട്ടപ്പോൾ അതേ പുസ്തകത്തിന്റെ പേരിൽ അദ്ദേഹം കേരളം കണ്ട മലയാള സാഹിത്യവേദിയിലെ ഏറ്റവും മികച്ചൊരു പുരസ്കാരം നൽകി തുടങ്ങി. അദ്ദേഹം എഴുതിയ ആദ്യത്തെ ആ പുസ്തകത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ ആ മഹത് വ്യക്തി ആരാണെന്ന് നമുക്ക് വ്യക്തമാകും. ആ പുസ്തകം ആത്മായനങ്ങളുടെ ഖസാക്ക്. ഏവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആത്മായനങ്ങളുടെ ഖസാക്ക്, മനുഷ്യാമ്പരാനന്ദങ്ങൾ, അഹംബോധത്തിന്റെ സർഗാത്മകത, കഥ ആധുനികതയ്ക്ക് ശേഷം, വീണപൂവ് കാവ്യങ്ങൾക്ക് മുൻപേ, പുതിയ കവിതയുടെ ദർശനം, ചിന്തകൾക്കിടയിലെ ശലഭം, പ്രണയാഗ്നിയുമായി കാഫ്ക, ബഷീറിന്റെ പ്രയോജനം, ഓർമ്മയുടെ ശാകുന്തളം, ആത്മായനങ്ങളുടെ ജനിതകം, അക്ഷരജാലകം, അനുധാവനം, എന്റെ മാനിഫെസ്റ്റോ, എന്റെ ജ്ഞാനമുകുളങ്ങൾ, ഉത്തരാധുനികത, സാഹിത്യത്തിന്റെ നവാദ്വൈതം, ജലച്ഛായ, ശ്രീനാരായണായ, വാൻഗോഗിന്, സാഹിത്യത്തിന്റെ മതം, ദൈവദശകത്തിലെ ദൈവം, യേശുവിന്റെ നിറം, ഫംഗസ്, സാഹിത്യ തത്വചിന്ത, മറവിയുടെ നിർമ്മാണം, ബുദ്ധിസ്റ്റ് നീലാകാശങ്ങൾ തുടങ്ങിയ 40ഓളം കൃതികളുടെ കർത്താവ്. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് ശ്രീ MK കൃഷ്ണന്റെയും ശ്രീമതി സരോജിനി കൃഷ്ണന്റെയും മകനായി ജനിച്ച മലയാളത്തിലെ പ്രിയ സാഹിത്യകാരൻ. കേരള കൗമുദി, മംഗളം തുടങ്ങിയവയിൽ പത്രാധിപ സമിതി അംഗമായിരുന്നു. സഹോദരൻ മാസികയിൽ നിലവിൽ പത്രാധിപ സമിതി അംഗമാണ്. ആദ്യ ലേഖനം സംക്രമണം എന്ന മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്. കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച ഉന്നതതല സമിതി അംഗം കൂടെയാണ്. മലയാള സാഹിത്യ ചരിത്രം എന്നതിലുപരി ഒരുപക്ഷെ ലോക സാഹിത്യ ചരിത്രത്തിൽ തന്നെ 29 വർഷക്കാലമായി തുടർച്ചയായി ലേഖന പരമ്പര, അക്ഷരജാലകം എന്ന പേരിൽ 29 വർഷമായി ലേഖന പരമ്പര എഴുതുന്ന ഒരു മഹത് വ്യക്തിത്വം. മലയാളത്തിൽ ആദ്യമായി നവാദ്വൈതം എന്ന സ്വന്തം തത്വശാസ്ത്രം അവതരിപ്പിച്ചു. കൂടാതെ മാനിഫെസ്റ്റോയും എഴുതി. നവാദ്വൈതം വിജയന്റെ നോവലുകളുടെ എന്ന പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ വിലാസിനി പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ്, അങ്കണം അവാർഡ്, ദുബായ് എക്സലന്റ് അവാർഡ്, ലണ്ടൻ ഭൂലോക അവാർഡ്, മുംബൈ രാഗസുധ അവാർഡ്, പൂനെ പ്രവാസി ശബ്ദ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി സ്കോളർഷിപ്പ്, ഒരുമ അവാർഡ്, ഡോക്ടർ M ലീലാവതി ഏർപ്പെടുത്തിയ CP മേനോൻ അവാർഡ്, മലയാളത്തിലെ ഏറ്റവും മികച്ച കോളമിസ്റ്റിനുള്ള എക്സ്പ്രസ് ഹെറാൾഡ് അവാർഡ്, സ്വാതി അവാർഡ്, സമകാലിക കേരളം അവാർഡ്, ബാലചന്ദ്രൻ വടക്കേടത്ത് അവാർഡ്, തൃശൂർ സഹൃദയവേദി അവാർഡ്, ശിവഗിരി മഠത്തിന്റെ അവാർഡ്, ഗുരുവീക്ഷണം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. ഏറെ ആദരവുകളോടെ, ഏറെ ബഹുമാനത്തോടെ, അതിലേറെ സ്നേഹത്തോടെ പറയേണ്ട ഒരു പേര്, മലയാളത്തിന്റെ സ്വന്തം MK ഹരികുമാർ. നമസ്കാരം. MK ഹരികുമാറാണ് ഞാൻ. ശ്രീ MK ഹരികുമാറാണ് ഇന്ന് സാഹിതിയിൽ എന്റെ എഴുത്തു വഴികൾ എന്ന പങ്ക്തിയിൽ അതിഥിയായി എത്തുന്നത്. കഴിഞ്ഞ 50 വർഷക്കാലമായി സാഹിത്യ രചന നടത്തുന്ന, സാഹിത്യ വിമർശനം നടത്തുന്ന മികച്ച കോളമിസ്റ്റായ, മികച്ച പത്രപ്രവർത്തകനായ, മികച്ച വാഗ്മിയായ ശ്രീ ഹരികുമാർ സാറ് സാഹിതിയിൽ അതിഥിയായി എത്തുമ്പോൾ
ഏറെ സന്തോഷം, ഏറെ അഭിമാനം. അദ്ദേഹത്തിന്റെ വാക്കുകൾ, എഴുത്തിലുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഒക്കെ നമ്മളോട് വിവരിക്കുന്നു. ഏറെ സന്തോഷത്തോടെ, ഏറെ ബഹുമാനത്തോടെ, അതിലേറെ ആദരവുകളോടെ സാഹിതിയുടെ എൻ്റെ എഴുത്തു വഴികൾ എന്ന പ്രോഗ്രാമിലേക്ക് ശ്രീ MK ഹരികുമാർ സാറിനെ സ്വാഗതം ചെയ്യും. നമസ്കാരം. എൻ്റെ എഴുത്തു വഴികൾ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു സാഹിത്യകാരൻ എന്ന നിലയിലും ഒരു വിമർശകൻ എന്ന നിലയിലും കഴിഞ്ഞ ഏതാണ്ട് 50 വർഷക്കാലത്തെ സാഹിത്യ രചന പരിചയത്തിൻ്റെയും ഇടപഴകലിൻ്റെയും അടിസ്ഥാനത്തിൽ സ്വന്തം മൂല്യനിർണ്ണയങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഞാൻ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നത്. ഇപ്പം കഴിഞ്ഞ 1984 ഞാൻ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അത് ആത്മായനങ്ങളുടെ കസാക്കുന്ന പുസ്തകമാണ്, സാഹിത്യ വിമർശന കൃതിയായി. അത് ഞാൻ അന്ന് MA പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പുസ്തകം എഴുതിയത്. അപ്പം ഒരു സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ നമുക്ക് മുൻ പരിചയങ്ങളില്ല. ആ സന്ദർഭത്തിൽ പുസ്തക വായനയാണ് ഉണ്ടായത്. അപ്പൊ പുസ്തക വായനയെ ഭാഗമായിട്ട് നമ്മൾ സാഹിത്യ വിമർശകൻ എന്ന ഇപ്പോൾ കലാപ്രവർത്തകനെ കണ്ടെത്തുന്ന നിമിഷമാണത്. അപ്പൊ അതെനിക്ക് വായനയിലൂടെ ഞാനത് കണ്ടുപിടിച്ചത്. എൻ്റെ കുടുംബ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ സുഹൃത്തുക്കളിലോ ഒന്നും എനിക്ക് ഇതുപോലെയുള്ള ഒരു ആളുകളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ നാട് കൂത്താട്ടുകുളമാണ്. അവിടെ CJ തോമസ് എന്ന ഒരു പ്രമുഖനായ നാടകകൃത്തും വിമർശകനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പാരമ്പര്യമായിട്ട് വേണമെങ്കിൽ പറയാവുന്നത്. കൂത്താട്ടുകുളം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക രംഗത്ത് സജീവമായി ഇടപെട്ട ഒരു പ്രദേശമാണ്. അവിടെ രാഷ്ട്രീയ നേതാക്കന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ധാരാളമായിട്ടുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത ഗ്രാമത്തിലാണ് ലളിതാംബി അന്തർജലമുള്ളത്. അതുപോലെ തന്നെ കൂത്താട്ടുകുളം മേരി ജോൺ CJ തോമസിന്റെ സഹോദരിയാണ്. പിന്നെ സിസ്റ്റർ മേരി ബെനീഞ്ഞ, അതുപോലെ ഫാദർ എബ്രഹാം വടക്കേൽ തുടങ്ങിയവരുടെ ഒരു പാരമ്പര്യമുണ്ട് ഞങ്ങൾക്കുണ്ട്. അപ്പം ഞങ്ങൾ അതിൽ അഭിമാനം കൊള്ളുന്നു. കൂത്താട്ടുകുളത്തിന്റെ അത് സ്വതന്ത്ര ചിന്തകരായ സാഹിത്യകാരന്മാരാണ്. ഒരു ഏതെങ്കിലും ഒരു ഒഴുക്കിനൊത്തുപോയവരല്ല. അവരെ ഓരോരുത്തരും അവരുടെ നിലയിൽ സമരം ചെയ്ത് അവരെങ്കിൽ പ്രക്ഷോഭം നയിച്ച് സാഹിത്യരംഗത്ത് ഒരു സ്ഥാനം ഉറപ്പിച്ചവർ. ആ സ്വതന്ത്ര ചിന്ത എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു സാഹിത്യ സംഘടനയിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ ഞാൻ അംഗമായിരുന്നിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ പ്രവർത്തനത്തിന് ഞാൻ പോയിട്ടില്ല. ഒരു തരത്തിലുള്ള സംഘടനയിലും അംഗമാകാതെ തന്നെ ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് തുടക്കം മുതൽ. ഇപ്പൊ ഈ 50 വർഷം ആകുമ്പോഴും ഞാൻ ഒരു തരത്തിലുള്ള പങ്കാളിത്ത സ്വഭാവമുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല. എപ്പോഴും ഞാൻ എഴുതുന്നത് എൻ്റെതായ ഒരു അഭിപ്രായം രൂപീകരിക്കാനും നിലവിലുള്ള അല്ലെങ്കിൽ ഉറച്ചുപോയ ആശയത്തെ തിരുത്താനും അതിനെ മറികടക്കാനുമാണ് ഞാൻ എന്തെങ്കിലും എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ എഴുതാറില്ല. വായിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തിരുത്താൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ എന്താണ് യുക്തി എന്നാണ് എൻ്റെ വായന പോയിട്ടുള്ളതാണ്. ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ വിമർശന രചനകളിലും ഈ ഒരു ആശയമുണ്ട്, ഈ ഒരു സമീപനമുണ്ട്. എപ്പോഴും ഞാൻ ഗതാനുഗതികത്വം നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രത്യേകമായ ഒരു ഇടപെടലില്ലാതെ തന്നെ ഒഴുക്കിനൊത്തു പോകുന്ന പ്രവൃത്തിയിൽ നിന്ന് വ്യതിചലിച്ചിട്ട് നമുക്ക് മൗലികമായി ഒരു നിരീക്ഷണം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കുന്ന വഴി. അതാണ് ഞാനത് എൻ്റെ അഭിപ്രായത്തിൽ അത് വിജയിച്ചിട്ടുണ്ട്. എനിക്കത് വിജയമുണ്ട്. കാരണം എൻ്റെ ആത്മായന ഖസാക്കിന്റെ ആദ്യത്തെ കൃതി തന്നെ ഞാൻ OV വിജയനെ കുറിച്ചുള്ള ഖസാക്കിന്റെ ഇതിഹാസത്തെ കുറിച്ചുള്ള പുസ്തകമാണ്. അന്ന് ഇതുവരെ മലയാള സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ ഒരു നോവലിനെ കുറിച്ച് മാത്രമായിട്ട് ഒരു പുസ്തകം ആരും എഴുതിയിട്ടില്ല ഇതുവരെ, ഇപ്പോഴും എഴുതിയിട്ടില്ല. അത് ഞാനാണ് 1984 ആദ്യത്തെ പുസ്തകമാണ് ഈ ഖസാക്കിന്റെ ഇതിഹാസത്തെ കുറിച്ച് പുസ്തകം എന്ന് പറയുന്നത്. അപ്പൊ അന്ന് OV വിജയൻ എന്ന് 1984 OV വിജയൻ എന്ന് പറയുന്നത് ഇന്നത്തെ OV വിജയനാണ്. ഇന്നത്തെ OV വിജയൻ വളരെ പ്രശസ്തനാണ്. അന്ന് അത്രയും അദ്ദേഹത്തിന് ആരാധകരില്ല. അപ്പൊ വെറും ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ഞാൻ ആ പുസ്തകത്തെ വായിച്ചു. ആ പുസ്തകത്തിൽ നിന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങളാണ് അവതരിപ്പിച്ചത്. അല്ലെങ്കിൽ സാധാരണ ഒരു കോളേജ് അധ്യാപകൻ എഴുതുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം സമീപിച്ചത്. സാധാരണ കോളേജ് അധ്യാപകരുടെ വിമർശനം എന്ന് പറയുന്നത് അവർ അതിന്റെ ഉള്ളടക്കം പറയുകയും അതിന്റെ കഥ ചുരുക്കി വിവരിക്കുകയും അതിന്റെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളാണ്. അത് പലപ്പോഴും സ്റ്റീരിയോ ടൈപ്പാണ്. ഒരാൾ പറഞ്ഞത് തന്നെ ആയിരിക്കും പിന്നീട് വന്നവരും പറയുന്നത്. ഞാൻ ഇതിനകത്ത് എൻ്റെ കഥ പറഞ്ഞിട്ടില്ല. കഥ പറയാതെ ഒരു ഇംപ്രഷനിസ്റ്റിക് വ്യൂ ആണ് ഞാനെടുത്തത്. എൻ്റെ മനസ്സിൽ നോവൽ വായിക്കുമ്പോൾ പതിയുന്ന ഒരു ചിത്രങ്ങളുണ്ട്. അത് ഒരു കലാകാരന്റെ മനസ്സിൽ പതിയുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവാണ്.
ഒരു ചിത്രകാരൻ ഒരു മലയുടെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അയാൾ നേരിട്ട് കണ്ട ഒരു മലയുടെ ചിത്രം അതേപടി വരയ്ക്കുകയല്ല ചെയ്യുന്നത്. അയാൾ ആ മലയുടെ ചിത്രം അയാളിൽ ഉണ്ടാക്കിയ അനുരണനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഭാവ പ്രകടനങ്ങളെ ആണ് അയാൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. അതേപോലെയാണ് ഞാൻ ഈ നോവലിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. എൻ്റെ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങൾ, ആ പതിഞ്ഞതും പൂർണ്ണമായി എനിക്ക് മനസ്സിലാവുന്നതല്ല, എൻ്റെ യുക്തിക്കപ്പുറത്തുള്ള കാര്യങ്ങളുണ്ട് അതിൽ. അപ്പൊ അത് ഒരു കലാകാരൻ എന്ന നിലയിലുള്ള ആവിഷ്കാരത്തിലേക്കാണ് ഞാൻ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പലപ്പോഴും അതിന് വിമർശനം ഉണ്ടായി. ആ പുസ്തകം എഴുതി തുടങ്ങിയപ്പോൾ തന്നെ അതിന് വിമർശനം ഉണ്ടായി. ആ പുസ്തകം എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയതുപോലെ തന്നെ കോട്ടങ്ങളും സംഭവിച്ചു. പല ആളുകളും ആ പുസ്തകത്തിന്റെ പേരിൽ ഉള്ള അകൽച്ച ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ സീരിയസ് ആയ ഒരു സാഹിത്യ നിരൂപണത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു ആളുകളിൽ നിന്നുണ്ടായ ഒരു വിപ്രതിപത്തി ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പിന്നീട് പത്രപ്രവർത്തനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഭാഷ നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്. ഇപ്പൊ എന്നോട് ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, അദ്നാൻ ഖസാക്കിന്റെ അതുപോലത്തെ കൃതി വീണ്ടും എഴുതിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആ ഭാഷ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. 1984 ഞാൻ എഴുതിയ ആ ലാംഗ്വേജ് ഇന്ന് എൻ്റെ കയ്യിലില്ല. ഞാനിന്ന് പത്രങ്ങളിൽ ജോലി ചെയ്ത് പ്രായോഗികമായ ഒരു എഴുത്തും പ്രസിദ്ധീകരണവും എന്ന നിലയിലേക്ക് കുറേയൊക്കെ പൊരുത്തപ്പെട്ടു. അപ്പൊ അതിന്റെ പരമായിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഗദ്യം എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഇൻസൈറ്റ് എന്ന നിലയിൽ മാത്രമാണ് ആ ഗദ്യം നിൽക്കുന്നത്. അതിനകത്തൊരു കുറച്ചുകൂടെ പോയറ്റിക് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഇംപ്രഷനിസ്റ്റിക് ആയിട്ടുള്ള വ്യൂസ് കൊണ്ടുവരാൻ ഞാനിപ്പം എനിക്ക് സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് വേറൊരു തരത്തിലുള്ള ഒരു വികാസമാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എഴുതുക എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ രചനയിൽ കാടും പടലും എന്ന് പറയുന്ന പോലെ ആത്മാവിന്റെ വനാന്തരങ്ങളെ മുഴുവൻ ആവാഹിച്ചുകൊണ്ടായിരുന്നു അദ്നാൻ ഖസാക്ക് എഴുതിയതെങ്കിൽ ഇപ്പോൾ ഞാനത് ചെയ്യുന്നത് എൻ്റെ മനസ്സിന്റെ ആവശ്യത്തിനൊത്ത് എഴുതുക എന്നുള്ളത്. ഒരു വരി എഴുതുകയാണെങ്കിൽ ആ വരി ഒരു ആവശ്യമാണ് എന്ന നിലയിലാണ് ഞാൻ എഴുതുന്നത്. അതൊരു ഇക്കോണമി ഉണ്ട് അതിനകത്ത്. എഴുത്തിന്റെ എക്കോണമി എന്ന് ഞാൻ പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ള അർത്ഥം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് ഷാർപ്പായിട്ട് നമ്മൾ വായനക്കാരൻ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭാഷ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പത്രപ്രവർത്തനത്തിലുള്ള എൻ്റെ പരിചയമാണ് അതിനെ ആ ഒരു ഭാഷയിലേക്ക് എന്നെ എത്തിച്ചതാണ്. അപ്പൊ സാഹിത്യത്തിന്റെയും പത്രപ്രവർത്തനത്തിന്റെയും ഒരു സമന്വയത്തിലൂടെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഗദ്യം ഉണ്ടായിരിക്കുന്നത്. അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എൻ്റെ അക്ഷരജാലകം എന്ന പങ്ക്തിയാണ്. എൻ്റെ സാഹിത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. 1998 കേരളമതിയിലാണ് ഞാൻ അക്ഷരജാലകം ആരംഭിക്കുന്നത്. അക്ഷരജാലകം പിന്നീട് കേരളമതിൽ എഡിറ്റോറിയൽ പേജിലുള്ള ഒരു പ്രധാന പങ്ക്തിയായി മാറി. ഇപ്പൊ ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു പങ്ക്തി, അതും സാഹിത്യ പങ്ക്തി തുടങ്ങുക എന്ന് പറയുന്നത് ഇന്നും സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പങ്ക്തി വേറെ ആരെങ്കിലും എഴുതിയിട്ടുള്ളതാണ് എനിക്കറിയില്ല. ഞാൻ കേരളമതിയിൽ വർഷങ്ങളോളം ആ പങ്ക്തി എഡിറ്റോറിയൽ പേജിൽ എഴുതി, അക്ഷരജാലകം. അതിനുശേഷം ഞാനിപ്പോൾ മെട്രോ വാർത്താ പത്രത്തിലാണ് എൻ്റെ ആ പങ്ക്തി വന്നുകൊണ്ടിരിക്കുന്നത്. അത് എഡിറ്റോറിയൽ പേജിലാണ്. ഈ പങ്ക്തി ഇപ്പോൾ 30 വർഷമാവുകയാണ്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ എനിക്ക് ഈ അക്ഷരജാലകത്തിലൂടെ ധാരാളം വായനക്കാരെ കിട്ടി. കാരണം ഞാൻ മെയിൻ സ്ട്രീം പത്രത്തിൽ തന്നെയാണ് എഴുതിയിട്ടുണ്ട്. കേരളമതി നമുക്കറിയാമല്ലോ, വളരെയധികം പ്രചാരമുള്ള ഒരു പത്രമാണ്. അതുപോലെ തന്നെ മെട്രോ വാർത്തയും വളരെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ്. ആ പത്രത്തിൽ ഒരു കോളം എഴുതിക്കൊണ്ട്, ആഴ്ചതോറും എഴുതിക്കൊണ്ട് ഞാൻ ധാരാളം വായനക്കാരെ എനിക്ക് കിട്ടി. അത് ആ വായനക്കാർ സ്വീകരിച്ചു എന്നുള്ള തെളിവാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് മറ്റു തരത്തിലൊന്നുമില്ല. ആ വായനക്കാർ സ്വീകരിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള എഴുത്താണ്. ആരെങ്കിലും പ്രത്യേകമായി സുഖിപ്പിക്കാനോ, ആരെങ്കിലും സന്തോഷിപ്പിക്കാനോ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേക ഏതെങ്കിലും സൗജന്യങ്ങളെ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്തല്ല അക്ഷരജാലകം. അക്ഷരജാലകം വളരെ നിശ്ചിതമായിട്ടുള്ള ആശയ ചർച്ചകളാണ് നടത്താറുള്ളത്. വളരെ ആഗോളതലത്തിലുള്ള സാഹിത്യ പ്രവണതകളെയും തത്വചിന്തയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയും എല്ലാം കാലിക പ്രസക്തിയോടുകൂടി അക്ഷരജാലകത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ AI വന്നപ്പോൾ അത് സംബന്ധിച്ച് 2 ലേഖനങ്ങൾ എഴുതി. ഇന്റർനെറ്റ് ദൈവമാണെന്നും പറഞ്ഞൊരു ലേഖനം എഴുതിയത് ഞാനാണ്. അതിൽ പക്ഷേ ഇന്റർനെറ്റ് ദൈവമാണെന്ന് ഉള്ള ആ ഒരു ടൈറ്റിൽ ഒരു ലേഖനം മലയാളത്തിൽ വന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇന്റർനെറ്റ് ദൈവമാണെന്ന് പറയുന്ന ഡേറ്റയെ കുറിച്ച് ഞാൻ ഒരുപാട് ലേഖനങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ. അതുപോലെ ഉത്തരാധുനികത എന്ന വലിയ ആശയം, അത് 2000 ആണ്ടിൽ ഉണ്ടായ ആശയമാണ്. ഉത്തരാധുനികത മരിച്ചു എന്ന പ്രഖ്യാപനം നടത്തിയത് ഞാൻ അക്ഷരജാലകത്തിലാണ്. അതിനുശേഷം ഉത്തരാധുനികത എന്ന പുസ്തകം എഴുതി. ആ പുസ്തകത്തിലെ ആശയങ്ങൾ ആദ്യം എഴുതിയത് അക്ഷരജാലകത്തിന്റെ കോളത്തിലാണ്. അന്ന് കലാകൗമുദിയിൽ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ഈ ഉത്തരാധുനികതയെ കുറിച്ച് എഴുതി. പിന്നീട് ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഇടയ്ക്കൊക്കെ എഴുതാറുണ്ട്. ഉത്തരാധുനികത എന്ന് പറയുന്നത് 2000 ആണ്ടിന് ശേഷം ഉണ്ടായ ലോക സാഹചര്യമാണ്. അപ്പൊ ഞാൻ ഈ പുസ്തകങ്ങളും ലേഖനവും ഒക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ആളുകളെ, ഒരു പ്രൊഫസർ എന്നോട് ചോദിച്ചു, ഈ കേരളത്തിൽ ഉത്തരാധുനികമായ ഒരു ജീവിതം ഉണ്ടോ എന്നോട് ചോദിച്ചു. അതേ നിഷ്കളങ്കമായി ചോദിക്കുന്നതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു,
സാറേ, സാറിന്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ എൻ്റെ കയ്യിലുണ്ടല്ലോ. അതാണ് ഉത്തരാധുനിക നിയമം. അത് 2000 ആണ്ടിന് മുമ്പ്, അല്ലെങ്കിൽ 1980-കളിൽ, 1960-കളിൽ, അല്ലെങ്കിൽ 1940-കളിൽ നമുക്ക് അങ്ങനെ ഒരു ഡിവൈസ് ഇല്ല. മാത്രമല്ല, നമുക്ക് ടെലിവിഷൻ ഇല്ല, നമുക്ക് കമ്പ്യൂട്ടർ ഇല്ല. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അത് സാർവത്രികമായി തീരുന്ന എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം വന്ന് നമ്മുടെ ജീവിത സമൂലമായ പരിവർത്തനം വരുത്തി. അതിന്റെ ഫലമായിട്ട് മാനവരാശിക്ക് സംഭവിച്ചിരിക്കുന്ന മനഃശാസ്ത്രപരമായ, തത്വചിന്താപരമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്. മാനസികമായ പരിവർത്തനം സംഭവിച്ചു നമുക്ക്. ആ പരിവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ആളുകൾ കൊലപാതകികളായി മാറുന്നത്, അക്രമികളായി മാറുന്നത്. മനുഷ്യരുടെ മനസ്സിൽ അതിനെ വലിയ മാറ്റം സംഭവിച്ചു. അതിനൊരു ഫ്രഞ്ച് ഓതർ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ കാണാനായിട്ട് ആളുകൾ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ, ഇപ്പോഴത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മൾ പണ്ടത്തെ റിയലിസ്റ്റിക് സിനിമകളല്ലല്ലോ, അതിന്റെ ശബ്ദവും അതിന്റെ അതിവേഗതയും ആളുകളെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കുന്നുണ്ട്. ഒരു നടനെയോ നടിയോ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയാത്തതുകൊണ്ട് ആ വേഗത വർദ്ധിക്കുകയാണ്. ഈ വേഗത എല്ലാം വർദ്ധിച്ച് ഇവൻ പലതും സംഭവിച്ചതായിട്ട് ഊഹിച്ചെടുക്കുകയാണ്. ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നടൻ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നടി ഇങ്ങനെ ചെയ്തു എന്ന് ഒരു പ്രേക്ഷകൻ ശരിക്കും കണ്ടിട്ടല്ല തീരുമാനിക്കുന്നത്, കണ്ടതായിട്ട് അവൻ സങ്കല്പിക്കുന്നു. അതങ്ങനെ ഞാൻ കണ്ടു എന്ന് അവൻ സ്വയം സമാധാനിപ്പിച്ച് അവൻ ഇറങ്ങിപ്പോരുകയാണ്. ഈ ഇറങ്ങിപ്പോരുമ്പോൾ അവൻ തീർച്ചയായിട്ടും ഒരു വൈകാരികമായ തകർച്ച സംഭവിക്കുന്നുണ്ട്. ആ തകർച്ച എന്ന് പറയുന്ന ഒരു മനോരോഗത്തിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുകയാണ്. ഇതിനാണ് അദ്ദേഹം പിക്നോലെപ്സി എന്ന് പറയുന്നത്. ആ പിക്നോലെപ്സിയുടെ പല അവസ്ഥാന്തരങ്ങൾ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരിലും കാണാൻ സാധിക്കും. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് 2 മണിക്ക് ഒക്കെയാണ് രാത്രി ഉറങ്ങുന്നത്. പുതിയ കുട്ടികളൊക്കെ 2 മണിയോടുകൂടിയൊക്കെയാണ് ഉറങ്ങുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നത് 11 മണി, 12 മണി, ഉച്ചയ്ക്ക് ഭക്ഷണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 2 മണിക്കാണ് കഴിക്കുന്നത്. ഈ രീതിയിലേക്ക് കുട്ടികളുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറുകയാണ്. ഈ മൊബൈൽ ഫോണും ഈ ഇലക്ട്രോണിക് ഡിവൈസുകളും ടെലിവിഷനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നതിനെ ഇല്ലാതാക്കി കളഞ്ഞു. ഒരു മൊബൈൽ ഫോൺ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നാൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ആത്മഹത്യ ചെയ്ത കുട്ടികൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഒരു മൊബൈൽ ഫോൺ, ഒരു കളർ പാറ്റേണുള്ള ഒരു മൊബൈൽ ഫോൺ കിട്ടാത്തതിൻ്റെ പേര് എത്രയോ കുട്ടികളുടെ വാർത്തകൾ നമ്മൾ വായിച്ചു, ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ നിത്യജീവിതത്തിലെ സാധന സേവനങ്ങൾ കിട്ടിയില്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിലേക്ക് മാറി. എന്താണ് അതിനർത്ഥം? ജീവിതത്തെക്കാൾ വലുതാണ് ഈ സാധനങ്ങൾ എന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ഇതിന് 1970-കളിൽ ഈ സാഹചര്യമില്ല. 1970-കളിലെ 80-കളിലെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കല്ലുപെൻസിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കോ ഇല്ലെങ്കിൽ ആരും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. ഒരു നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ പിറ്റേ ദിവസം നോട്ട്ബുക്ക് വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ ഒരു കല്ലുപെൻസിൽ ഇല്ലെങ്കിൽ തൊട്ടടുത്ത് കടയിൽ പോയി വാങ്ങിക്കൊടുക്കും. അവന്റെ ആവശ്യങ്ങളോട് തീരുകയാണ്. ഒരു യൂണിഫോം കിട്ടാൻ വൈകിയാൽ പോലും അന്നത്തെ കുട്ടികൾ ആത്മഹത്യ ചെയ്തായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു സെക്കൻഡ് പോലും അത് താങ്ങാൻ കഴിയില്ല. എന്താ അവന്റെ മനഃശാസ്ത്ര ഘടനയിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. ഈ മാറ്റത്തെക്കുറിച്ചുള്ള സമഗ്രമായ അവലോകനമാണ് ഞാൻ ഉത്തരാധുനികത എന്ന പുസ്തകത്തിലും അതിനെ സംബന്ധിച്ച ലേഖനങ്ങളിലും ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് 2 പുസ്തകമാണ്. ഇപ്പൊ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് 2ാമത്തെ പുസ്തകം വരാൻ പോവാണ്. ഒന്നിന്റെ പേര് ഉത്തരാധുനികത മരിച്ചു എന്നും 2ാമത്തെ പുസ്തകത്തിന്റെ ഉത്തരാധുനികത എന്നും. ഇത് പുതിയ കാലഘട്ടത്തിന്റെ സുവിശേഷമാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഞാൻ അതിനെ അനുകൂലിക്കുകയല്ല. ഇപ്പൊ ഒരു ചെറിയ നേട്ടത്തിന് വേണ്ടി സ്വന്തം വീട്ടിലുള്ളവരെ മുഴുവൻ കൊല ചെയ്ത് എന്തോ വലിയ നേട്ടം സാധിക്കുമെന്ന് കരുതി പോകുന്ന ആളുകളുണ്ട്. അത് ഇന്നത്തെ പ്രവണതയാണ്. പക്ഷെ അതിനെ ന്യായീകരിക്കുകയല്ല. അത് സത്യസന്ധമായി ഞാനത് നിരീക്ഷിച്ചത് കൊണ്ടാണ് എനിക്ക് കോളം എഴുത്തുന്ന നിലയിൽ എനിക്കൊരു വിജയം ഉണ്ടാക്കാൻ സാധിച്ചതാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ അക്ഷരജാലകത്തിന് തുല്യമായിട്ടൊരു പങ്ക്തി നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ഭാഷയിലും ഇല്ല. ഇത്രയും ദീർഘകാലമായിട്ട് ഇത്രയും ഗൗരവത്തോടെ സാഹിത്യ രചനകളെയും അതുപോലെ സാംസ്കാരിക സംഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു പങ്ക്തിയാണ്. ഞാൻ അതിനകത്ത് വളരെ നിഷ്കൃഷ്ടമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ സമീപകാലത്ത് എഴുതിയ ഒരു ലേഖനം, ഇന്നലെ ഞാൻ പ്രസിദ്ധീകരിച്ച ലേഖനം, ഖസാക്കിന്റെ ഇതിഹാസത്തിന് ശേഷം വന്ന മികച്ച ഒരു നോവൽ എന്ന നിലയിലാണ് ഞാൻ ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്രകളെ പരിഗണിക്കുന്നത്. ശ്രമിച്ച് വേറെ നോവലുകൾ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പലതരം കാറ്റഗറിയിൽ പരിശോധിച്ചു കഴിയുമ്പോൾ വരുന്ന ഒരു ഇന്ത്യൻ നോവലിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം എന്ന നിലയിലാണ് ഞാൻ ഈ 2 നോവലുകളെ കാണുന്നത്. ഇന്ത്യൻ റൈറ്റിങ്ങിന്റെ, ഇന്ത്യൻ സാഹിത്യ രചനയുടെ ഒരു പരിവർത്തനം, ഒരു മാറ്റം സൂചിപ്പിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ എന്ന നിലയിലാണ് ഞാൻ കണ്ടത്. അത് കണ്ടെത്താൻ വേണ്ടി വർഷങ്ങളോളം ഞാനത് പല പുസ്തകങ്ങളും വായിക്കുകയും പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്ത ഒരു പുസ്തകത്തിനകത്ത് എന്തെല്ലാം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. നോവൽ രചന എന്ന് പറയുന്നത് ഒരു കഥ പറയുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരിത്ര മുഹൂർത്തത്തെക്കുറിച്ചുള്ള വിവരണമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹള
വിവരിക്കുക എന്നുള്ളതല്ല, അത് ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു അവലോകനം നടത്തുകയല്ല, ഒരു ഗ്രാമത്തിന്റെ പുരാവൃത്തം വിശദീകരിക്കുകയല്ല. ഒരു നോവൽ എന്ന് പറയുന്നത് ഒരു കലാരൂപമാണ്, ഒരു ആർട്ടാണ്. ഒരു ആർട്ടിസ്റ്റാണ് നോവൽ എഴുതുന്നത് എന്ന് നമ്മൾ നോവൽ വായിക്കുന്നത് നമുക്ക് തോന്നണം. ഒരു ആർട്ടിസ്റ്റ് എന്തായിരിക്കണം? ഇപ്പോൾ വാൻ ഗോഗിനെ പോലുള്ള ചിത്രകാരന്മാര്, അതുപോലെ തന്നെ പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിനെ പോലെയുള്ള കവികൾ, പിന്നെ കാളിദാസനെ പോലെയുള്ള പിന്നെ കവികൾ, നാടകകൃത്തുക്കൾ, ഇങ്ങനെയുള്ളവരാണ് നമ്മൾ ആർട്ടിസ്റ്റ് എന്ന പദവിയിലേക്ക് നമ്മൾ പോകുന്നത്. അത് ആർട്ടിസ്റ്റാണ് അവർ, ഒരു ചരിത്രകാരന്മാരല്ല, ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഈ ആർട്ടിസ്റ്റിന്റെ ഒരു സ്പർശം നോവലിൽ വേണം. ഇപ്പൊ നോവല് കഥ പറയുന്നത് ശരി, സ്ഥൂലമായി കഥ പറയും. 1000 പേര് നോവല്, ദസ്തയേവ്സ്കിയുടെ കരമസേവ് സഹോദരന്മാർ 1000 പേജാണ്. 1000 പേരുടെ നോവല് ലോക ചരിത്രത്തിലെ നോവൽ എന്ന് പറയുന്നത് ഈ ലോകത്തുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നോവൽ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് അത്രയ്ക്ക് വലിയ അഭിപ്രായം പറയും. വേറെ അതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് ഉണ്ടായിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നോവൽ, ഏറ്റവും മഹത്തായ നോവൽ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞു. ഫ്രോയിഡ് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ ഫ്രോയിഡ് ഇത് പറയാൻ കാരണം ഫ്രോയിഡിന്റെ ഒരു തിയറി പറഞ്ഞു. ഈഡിപ്പസ് കോംപ്ലക്സ് എന്നൊരു തിയറി ഉണ്ട്. സ്വന്തം അച്ഛനോടുള്ള ഒരു മകന് തോന്നുന്ന ഒരു കൊല ചെയ്യാനുള്ള വാസനയാണ് ഈഡിപ്പസ് ആയിട്ട് കോംപ്ലക്സ് ആയിട്ട് നമ്മളൊരു അവന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ട് വരുന്നത്. ആ സംഗതി ഈ കരമസോവ് സഹോദരന്മാരിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്, ആ എലമെന്റ് ഉണ്ട്. അവര് അച്ഛനും മക്കളുമാണ് അതിനകത്തെ കഥാപാത്രങ്ങൾ. അച്ഛന്റെ പിന്നെ കാമുകിയെ മകനും പ്രേമിക്കുന്നു, അതാണ് അതിനകത്തെ ഒരു എലമെന്റ്. അപ്പോൾ ഒരാൾ അതിൽ കൊല ചെയ്യപ്പെടുന്നു, ആ കൊലയെക്കുറിച്ചൊരു സംശയങ്ങൾ ഉണ്ടാകുന്നു. ഈ തീമിലൂടെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഫ്രോയിഡിന്റെ തിയറി ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ചത് ദസ്തയേവ്സ്കിയുടെ നോവലാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രാധാന്യം, അതാണ്. അപ്പൊ അത്രയ്ക്ക് ലോക ജനതയ്ക്ക് ഒരു മനഃശാസ്ത്ര സിദ്ധാന്തത്തെ സംഭാവന ചെയ്യാൻ സഹായിച്ച പുസ്തകം എന്ന നിലയിൽ അദ്ദേഹം ഈ നോവലിനെ വിലയിരുത്തുന്നുണ്ട്. അപ്പൊ അതിന് ഫ്രോയിഡ് വളരെ നിഷ്കൃഷ്ടമായ ഒരു വിലയിരുത്തലാണ്. ഒരു അഫിലിയേഷനും അദ്ദേഹത്തിന് ആരോടുമില്ല. ഒരു മനഃശാസ്ത്രജ്ഞൻ ആരോടാണ് വശം പിടിക്കാനുള്ളത്? അദ്ദേഹം മനസ്സിന്റെ സത്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ദസ്തയേവ്സ്കി ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളായിരുന്നു, അല്പം മാനസിക പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു എന്നാണ് ഈ ഫ്രോയിഡ് എഴുതിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൽ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരേ സമയത്ത് അദ്ദേഹം തൻ്റെ സ്വഭാവത്തെ മറച്ചു പിടിക്കുകയും ആ മറച്ചു പിടിച്ച സ്വഭാവത്തെ കഥാപാത്രങ്ങളുടെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നു, ക്രിസ്തുവിനെ അദ്ദേഹം ആരാധിക്കുന്നു എന്ന് പറയുന്നു. അതേ സമയത്ത് അതിന്റെ മനസ്സിൽ ക്രിസ്തുവിനെതിരായിട്ടുള്ള ഒരു ചിന്തയും വളർന്നു വരുന്നുണ്ട്. അപ്പൊ ദൈവത്തെയും പിശാചിനെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയും അവർ തമ്മിലുള്ള സംഘട്ടനത്തിലൂടെ ഒരു ആശയ ലോകം സൃഷ്ടിക്കാനുമാണ് ദസ്തയേവ്സ്കി ശ്രമിച്ചിരിക്കുന്നത്. ഈ വലിയ ലോകമാണ് നമ്മളുടെ നോവലിനെ വലുതാക്കി കാണിച്ച ഒരു അനുഭവമാണത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കൂത്താട്ടുകുളത്താണ് എൻ്റെ നാട്. കൂത്താട്ടുകുളം, അതായത് എറണാകുളം ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും ബോർഡർ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഇപ്പം മുനിസിപ്പാലിറ്റിയാണ്. കൂത്താട്ടുകുളം എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലാണുള്ളത്. ഇപ്പൊ കൂത്താട്ടുകുളത്ത് ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു, കൂത്താട്ടുകുളം ഹൈസ്കൂളിൽ പഠിച്ചു. കൂത്താട്ടുകുളം ഹൈസ്കൂളിൽ പഠിച്ച 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യം ഒരു കൈകൊണ്ടൊരു പോയട്രി, ഒരു കവിത എഴുതി ഞാൻ ശ്രമിച്ചതെന്നാണ്. അതിനു മുമ്പ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചെറിയ സ്കിറ്റ് നാടകങ്ങൾ എഴുതി സ്കൂളിൽ ക്ലാസ് റൂമിൽ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ ഇതിനകത്തൊരു സാഹിത്യ രചനയായിട്ട് കണക്കാക്കുന്നില്ല. ഒരു 9ാം ക്ലാസ്സിൽ ഞാനൊരു കവിത എഴുതി. എൻ്റെ അധ്യാപകനായ CN കുട്ടപ്പൻ സാറിനെ കാണിച്ചു. അപ്പൊ അദ്ദേഹം അന്ന് പരീക്ഷാ സമയമായതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ഞാൻ വായിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് ഒരു ദിവസം എന്നെ വിളിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, വീണ്ടും ഇത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ പരീക്ഷയുടെ ഇതിലേക്ക് പോയതുകൊണ്ട് എനിക്ക് തിരുത്തി പിന്നെ കാണിക്കാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ ഞാൻ എൻ്റെ കവിതയോടുള്ള എൻ്റെ താല്പര്യമൊക്കെ പോയി. ഞാൻ അന്ന് ഏമാത കോളേജിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ലൈബ്രറിയിലേക്ക് പോവുകയാണ് ചെയ്തത്. വലിയ വലിയ പുസ്തകങ്ങൾ ആദ്യമായി കാണുന്ന സന്ദർഭത്തിലായിരുന്നു. അവിടെ അത്ഭുതകരമായ പുസ്തകങ്ങളൊക്കെ കണ്ടു. വലിയ പുസ്തകങ്ങൾ കണ്ട് അതിനോടുള്ള താല്പര്യം കൊണ്ട് എടുത്തുകൊണ്ട് പോന്നു. മെമ്പർഷിപ്പ് എടുത്ത് അത് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ചില പേജൊക്കെ മറിച്ച് നോക്കി. കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാത്ത പുസ്തകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത്തരം പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഏതാനും ദിവസങ്ങൾ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. കൊണ്ടുവന്ന് വെച്ച് മറിച്ചു നോക്കി വീണ്ടും കൊണ്ടു കൊടുക്കും. അത് കൊടുത്തിട്ട് വേറൊരു പുസ്തകം എടുത്തുകൊണ്ട് വരും. അതിനുശേഷം ഇതുപോലെ തന്നെ പുസ്തകം വീട്ടിൽ കൊണ്ടുവയ്ക്കും, വീണ്ടും മറിച്ചു നോക്കും, കുറെ പേജുകളൊക്കെ നോക്കും, വീണ്ടും കൊണ്ടുപോയി. ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ ഞാൻ അതിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രം എടുത്തുകൊണ്ട് വന്നു.
പിന്നെ അവിടെ വെച്ച് അവിടുത്തെ ലൈബ്രറിയിൽ പോയി ധാരാളം ആനുകാലികങ്ങളൊക്കെ വായിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ചു. അന്ന് നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആ വട്ടച്ചിലവിനുള്ള പൈസയൊക്കെ കിട്ടുന്ന വളരെ അപൂർവമായിട്ടായിരുന്നു. വല്ലപ്പോഴും കിട്ടുന്ന 1 രൂപയോ അല്ലെങ്കിൽ 25 പൈസയോ ഒക്കെ ആയിരിക്കും അന്ന് ഒരു വിദ്യാർത്ഥിക്ക് വീട്ടിൽ നിന്ന് കിട്ടാനിടയുള്ളത്. ആ പൈസ നമ്മൾ 1 രൂപ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് ഒരു വീക്കിലി മേടിക്കാൻ പറ്റും. സീരിയസ് ആയ ഒരു വീക്കിലി 1 രൂപയ്ക്ക്. ആ 1 രൂപ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഈ വീക്കിലി മേടിച്ച് വായിച്ചിട്ടാണ് നമ്മൾ ഇതിനോടുള്ള താല്പര്യം നമുക്ക് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ വീക്കിലികളൊക്കെ അന്ന് അങ്ങനെ വായിച്ച് പഠിച്ച് ഒരുപാട് പുസ്തകങ്ങളെ കുറിച്ച് പരിചയപ്പെടാൻ, ഒരുപാട് എഴുത്തുകാരെ പരിചയപ്പെടാനൊക്കെ ഈ മാഗസിനിലൂടെ സാധിച്ചു. ഒരുപാട് പുസ്തകങ്ങൾ അന്ന് ഈ ദേവമാതാ കോളേജിൽ പഠിക്കുമ്പോഴാണ് അവിടുത്തെ ലൈബ്രറിയിൽ ചില കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരെല്ലാം ലൈബ്രറിയിൽ വന്നിരിക്കുന്നത് വായനശാലയും ലൈബ്രറിയും ഒരുമിച്ചുള്ള ഒരു ബിൽഡിങ്ങാണ്. അവിടെ ഒരു ഡെസ്കും ബെഞ്ചും ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ വന്നിരുന്ന് ചർച്ച ചെയ്യുമായിരുന്നു. അന്ന് ചർച്ച ചെയ്ത വിഷയങ്ങൾ ഫ്രാൻസിലെ സാഹിത്യകാരന്മാരെ കുറിച്ചും മലയാളത്തിലെ എഴുത്തുകാരെ കുറിച്ചും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനെക്കുറിച്ച് വന്ന ലേഖനങ്ങളും മലയാളത്തിൽ വന്ന ലേഖനങ്ങളൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. ഇന്ന് കോളേജ് പഠിക്കുന്ന കുട്ടികൾ ഇത്തരം കൃതികളെക്കുറിച്ചും ലേഖനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ എന്ന് എനിക്കറിയില്ല. അതിന്റെ അത്രമാത്രം അതിനോട് അഭിനിവേശം കാണിച്ച തലമുറ അന്നുണ്ടായിരുന്നു. ആ തലമുറ അത് വളരെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പിന്നീടും പഠിത്തം കഴിഞ്ഞിട്ടും ആ കാലഘട്ടത്തിൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് നമ്മളെ കോളേജിൽ പോയപ്പോഴാണ് ആത്മാനന്ദ ഖസാക്ക് എഴുതുന്നത്. പിന്നീട് ആ താല്പര്യം തുടർന്നു വന്നു. കോളേജ് പഠിച്ച ശേഷം പിന്നീട് താല്പര്യം തുടർന്നു വന്നു. പിന്നെ ജോലി അത് കഴിഞ്ഞ് കോളേജ് പഠനം കഴിഞ്ഞ് 2 വർഷം പുസ്തക വായനയ്ക്ക് മാത്രമായിട്ട് ഉപയോഗിച്ചു. ജോലിക്കൊന്നും പോയില്ല. സർക്കാർ ജോലി വേണ്ടെന്നുള്ളത് അന്നത്തെ എൻ്റെ തീരുമാനമായിരുന്നു. സർക്കാർ ജോലി എന്നെ വളരെ മടുപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അന്നത്തെ ഓഫീസ് മുറികളിൽ ഫാൻ കറങ്ങുന്ന എൻ്റെ ഒരു പ്രത്യേകതര ഒച്ചയും ഒരു ഡെഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. സർക്കാർ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി കാത്തുകിടക്കുന്ന കുറെ ഫയലുകൾ ഇങ്ങനെ മേശപ്പുറത്തുണ്ടായിരിക്കും. ആ മേശപ്പുറത്ത് കുന്നുകൂട്ടിട്ടിരിക്കുന്ന ആ ഫയലുകളുടെ ചുവട്ടിൽ ഒരുത്തനിരുന്ന് ഇങ്ങനെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും. ഈ ഫയലുകൾ എന്തെങ്കിലും അതിന്റെ മേശപ്പുറത്ത് ക്ലിയർ ആയി പോകുമെന്ന് ഒരിക്കൽ പോലും ഒരു പ്രതീക്ഷയും ആർക്കുമില്ല. ഇത്തരം ഓഫീസുകളിൽ ജോലി ചെയ്താൽ ജീവൻ തന്നെ നശിച്ചു പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു സർക്കാർ ജോലിക്കും അപേക്ഷിച്ചില്ല. ഞാനൊരു പത്രപ്രവർത്തകനാണെന്ന് ആഗ്രഹിച്ചതിന്റെ പ്രധാന കാരണം ഈ പത്രത്തിന്റെ വലിയ കടലാസ് വലിയ പേജിൽ എഴുതണമെന്നായിരുന്നു എൻ്റെ ഈ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എൻ്റെ ആഗ്രഹം. ഒരു എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം എഴുതണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു. അന്ന് വീട്ടിൽ കേരളത്തിൽ വരുന്നുണ്ടായിരുന്നു. അന്നത്തെ എഡിറ്റോറിയൽ പേജിൽ ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ട് സീരീസ് നാരായണപിള്ള പോലെയുള്ള വലിയ വലിയ ആളുകളൊക്കെ ലേഖനങ്ങൾ എഴുതുമായിരുന്നു. സുകുമാർ അഴീക്കോടൊക്കെ എഴുതുമായിരുന്നു. അപ്പൊ ഞാൻ ഈ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം എഴുതണമെന്ന് ആഗ്രഹിച്ചു. ആഗ്രഹങ്ങൾ നമ്മെ എവിടെയോണ്ട് എത്തിക്കാതിരിക്കില്ല. ഞാൻ പത്രപ്രവർത്തകൻ തന്നെ ആയിത്തീർന്നു. ഞാനന്ന് മംഗളം പത്രത്തിൽ ജോലി ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ മംഗളത്തിൽ എനിക്കൊരു പേജ് വിട്ടു തന്നിരിക്കുക. സാഹിത്യ രചനകളും വാർത്തകളും എല്ലാം അതിൽ കൊടുത്തോണം. മറ്റുള്ളവരുടെയൊക്കെ വാങ്ങി പുസ്തകങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളെ കൊടുക്കാൻ വേണ്ടി ഒരു പേജ് അതിൽ വിട്ടു തന്നിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഞാൻ കേരളത്തിൽ വന്നത്. കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് ഈ ഒരു താമസിച്ചില്ല, വന്ന് കയറി ആ മാസം തന്നെ എന്നോട് ഈ അക്ഷരജാലകത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. 2 മാസം കഴിഞ്ഞ് അക്ഷരജാലക എഡിറ്റോറിയൽ പേജ് വരാൻ തുടങ്ങി. അത് എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു. ഞാൻ ഒരു കോളമിസ്റ്റ് എന്ന നിലയിൽ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ആ കോളമിസ്റ്റ് എന്ന നിലയിലുള്ള ആഗ്രഹം ഞാൻ ആരുടെ അനുകരിച്ചല്ല, സ്വന്തം നിലയ്ക്കായി. കോളം എഴുതുക എന്ന് പറഞ്ഞാൽ ആഴ്ചതോറും നമുക്ക് എഴുതേണ്ടി വരും. ആഴ്ചതോറും എഴുതണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ചിന്തിക്കുകയും വായിക്കുകയും ചെയ്താൽ മാത്രമേ ആഴ്ചതോറും എഴുതാൻ പറ്റുള്ളൂ. കാരണം ഒരാഴ്ച എഴുതിയ കാര്യങ്ങൾ പിറ്റേ ആഴ്ച എഴുതാൻ പറ്റില്ല. വിഷയ വൈവിധ്യം എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ആ വിഷയ വൈവിധ്യത്തിന് വേണ്ടി നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. പുതിയ കാലഘട്ടത്തെ കുറിച്ചുള്ള അന്വേഷണം ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ എന്നും ഉണ്ണായി വാര്യരെയും ചങ്ങമ്പുഴയെ കുറിച്ച് നമുക്ക് കോളത്തിൽ എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവും. കാരണം പുതിയ വായനക്കാരാണ്. പത്രത്തിന്റെ വായനക്കാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വായനക്കാർ. അത് ഉണ്ണായി വാര്യരുടെയോ അല്ലെങ്കിൽ കുഞ്ഞിനമ്പ്യാരുടെയോ കാലഘട്ടത്തിലെ വായനക്കാരല്ലല്ലോ ഇന്ന് വായിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വായനക്കാർക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ അതിനെ പരിഷ്കരിക്കേണ്ടതുണ്ട്. ആ ചിന്തയെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അക്ഷരജാലകം എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇത് കൂടാതെയാണ് ഞാൻ 6 കൊല്ലം മുമ്പ് അനുധാവനം എന്ന ഒരു പങ്ക്തി ആരംഭിച്ചത്. അത് പച്ച മലയാളം എന്ന മാസികയിലാണ് വരുന്നത്. മാസത്തിൽ ഒരെണ്ണമാണ്. അതിൽ വലിയ ലെങ്തി കോളമാണ്, 22 പേജുള്ള ഒരു കോളമാണ് അതിൽ എഴുതുന്നത്. അതിൽ ഈ മലയാള സാഹിത്യത്തെക്കുറിച്ചും വിദേശത്തുള്ള കൃതികളെക്കുറിച്ചും എല്ലാം അതിൽ ഞാൻ നിഷ്കൃഷ്ടമായ വളരെ വളരെ നിശിതമായ വിമർശനങ്ങൾ വിലയിരുത്തലുകളും അതിൽ ചെയ്യാറുണ്ട്. അതിൽ ധാരാളം അതിന് പ്രോത്സാഹനജനകമായ ആളുകൾ ധാരാളം പേര് അത് വായിക്കുന്നുണ്ട്. ഒരു സുഹൃത്ത് പറഞ്ഞു, പച്ച മലയാളം ഞാൻ വായിക്കുന്നത് ആദ്യമായി എടുത്താൽ വായിക്കുന്നത് അനുധാവനം എന്ന കോളമാണ് എന്നൊരു വായനക്കാരൻ ഫേസ്ബുക്കിൽ എഴുതിയത് ഞാൻ കണ്ടായിരുന്നു.
അനുധാവനം പുസ്തക രൂപത്തിലായി. അക്ഷരജാലകത്തിന്റെ 2 വാല്യങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഇതെല്ലാം പ്രസിദ്ധീകരിച്ചത് പച്ചമലയാളം ബുക്സ് ആണ്. അപ്പം അവരാണ് ഈ സമീപകാലത്തിന്റെ കുറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അപ്പം ഒരു കോളമിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസ് പോലെ തന്നെ ആണ് സാഹിത്യ വിമർശനത്തിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാഹിത്യ ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് 50 വർഷം പൂർത്തിയായി. അതിനകത്ത് വൈവിധ്യമാർന്ന രൂപങ്ങളിലാണ് ഞാൻ എൻ്റെ വിമർശനത്തിന്റെ ലോകം വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ കുറെ പുസ്തകങ്ങൾ, ഞാൻ 40 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനിയൊരു 10-25 പുസ്തകങ്ങളിലുള്ള ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്ത് തന്നെ കിടക്കുകയാണ്. അത് പബ്ലിഷ് ചെയ്യാൻ മാത്രമുള്ള സാഹചര്യം നമുക്കില്ല. അതാണ് ബുദ്ധിമുട്ടുള്ളത്. അത്രയും വലിയ വലിയ പ്രോജക്റ്റ് കിടക്കുകയാണ്. ഈ 40 പുസ്തകങ്ങൾക്കകത്ത് പല കാറ്റഗറിപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ ഉണ്ട്. സാഹിത്യ വിമർശനം ഉണ്ട്, അതിനകത്ത് നോവലുണ്ട്. 3 നോവലുകൾ ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചു. ജലച്ഛായ, ശ്രീനാരായണായ, വാൻഗോഗിന്. കവിതാ സമാഹാരങ്ങളുണ്ട്. പിന്നെ ബൈബിൾ കേന്ദ്രമാക്കിക്കൊണ്ട് ഞാൻ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. ബൈബിളിലെ വാക്യങ്ങൾ അടിസ്ഥാനത്തിൽ ഉള്ള കവിതകൾ എഴുതി. അതുകൂടാതെ തന്നെ മോനയുടെ ചിത്രങ്ങൾ, ഫ്രഞ്ച് പെയിന്ററായ മോനയുടെ ചിത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കവിതകൾ എഴുതി. ഈ 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെയാണ് ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ വായിച്ചിട്ട് അതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ അർത്ഥത്തെ, അതിന്റെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗദ്യത്തിൽ കവിതകൾ എഴുതി ആ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ബൃഹദാരണ്യ ഉപനിഷത്ത് ഏറ്റവും വലിയ ഉപനിഷത്താണ്, ദൈർഘ്യമുള്ള ഉപനിഷത്താണ്. ആ ഉപനിഷത്തിന്റെ സാധാരണ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അത് ഞാൻ സ്വാംശീകരിച്ച്, അതിന്റെ അർത്ഥം സ്വാംശീകരിച്ചാണ് ഈ ഗദ്യ രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് പുറമെയാണ് ഈ ഫംഗസ് എന്ന ഒരു റഷ്യയിൽ സംഭവിക്കുന്ന കഥയാണ് ഞാൻ എഴുതിയ ഫംഗസ്. സാർ ചക്രവർത്തി കൊന്നുകുഴിച്ചു മൂടിയ ഒരു കഥാകൃത്ത് അദ്ദേഹത്തിന്റെ കഥ വായനക്കാർക്ക് നൽകുന്നതിനായി തിരിച്ചു വരുന്നതാണ് അതിന്റെ പ്രമേയം. ആ കഥ വായിച്ച് ധാരാളം പേര് അതിനെക്കുറിച്ച് ഒരു വിചിന്തന സാഹിത്യം എന്ന നിലയിൽ കൂടി അതിന് പ്രസക്തിയുണ്ട് എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 50 വർഷത്തെ കാലാവധി സാഹിത്യ രചന എന്ന് പറയുന്ന ഒരു നല്ലൊരു കാലയളവാണ്. ആ കാലയളവിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്: നമ്മൾ സാഹിത്യ രചന നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, വായിക്കുന്നവരും വായിക്കാത്തവരും ആദ്യം ഒരു കൗതുകത്തോടെ നമ്മളെ കാണും, പ്രോത്സാഹിപ്പിക്കും. നല്ല സാഹിത്യ രചനകൾ ചെയ്യണം, ഇഷ്ടംപോലെ എഴുതണം, പ്രസിദ്ധീകരിക്കണം എന്നെല്ലാം പറയും. പക്ഷേ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ആരും തന്നെ ഒരു വരദാന്യം ഇരിക്കുന്നില്ല. നമ്മുടെ എതിർപ്പുകളാണ് നമുക്കുണ്ടാകുന്നത്. ഒരു പുസ്തകങ്ങളായി കഥകൾ അയച്ചു കൊടുത്താലും, കവിതകൾ അയച്ചു കൊടുത്താലും, ലേഖനങ്ങൾ അയച്ചു കൊടുത്താലും എല്ലാം അടക്കി അയക്കും പത്രാധിപന്മാർ. ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ ആ പുസ്തകത്തെക്കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാകുന്നു. നമുക്കൊരു പ്രചോദനമോ ഒരു പിന്തുണയോ ഒരിടത്തുനിന്നും നമുക്ക് കിട്ടാനായിട്ടില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാവുന്നത് വീണ്ടും 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 എഴുതുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ വീണ്ടും വീണ്ടും എഴുതുകയും അതൊരു സ്പിരിറ്റായി കൊണ്ടുവന്ന് അതിൽ നിന്ന് പ്രത്യേകിച്ച് യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ തന്നെ ആ സബരി എന്ന നിലയിൽ അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ വർഷങ്ങളോട് തുടരുമ്പോൾ അതിനൊരു ദിശാബോധം തന്നെ ഉണ്ടായി വരുന്നതാണ്. നമ്മളെ ശ്രമിക്കുന്നതല്ല. അപ്പൊ ഞാൻ ആദ്യത്തെ ലേഖനം, എൻ്റെ വർത്തമാനത്തിന്റെ ബോധവിചാരണം എന്ന ലേഖനം 1982 പ്രസിദ്ധീകരിച്ചെന്ന് പറയുന്നത് ഒരു സാഹിത്യ നിരൂപണ ലേഖനമാണ്. ആ ലേഖനം എഴുതുമ്പോൾ എനിക്ക് ഈ പുസ്തകങ്ങൾ എഴുതുമെന്നോ അല്ലെങ്കിൽ ഈ ലേഖനങ്ങളിൽ എങ്ങനെയുള്ള കൂടുതൽ ലേഖനങ്ങൾ എഴുതുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മുടെ പുതിയ ചിന്തകൾ മനസ്സിലുണ്ടാവും. ആ ചിന്തകൾ വീണ്ടും നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചെടുക്കുമ്പോൾ വീണ്ടും വായിക്കും, വീണ്ടും എഴുതും, വീണ്ടും വായിക്കും. അങ്ങനെ ആ പ്രക്രിയയിലൂടെയാണ് നമ്മൾ പുതിയ ആശയങ്ങളിൽ എത്തിച്ചേരുന്നത്. മനസ്സ് നമ്മുടെ അതിന് സജ്ജമായി തീരും. നമ്മൾ വായിക്കുന്നതിന്റെ, ചിന്തിക്കുന്നതിന്റെ അനുസരിച്ച് നമ്മുടെ മനസ്സ് സ്വയം കണ്ടെത്തുന്ന ഒരു വഴി അനുസരിച്ചാണ് നമുക്ക് സാഹിത്യ രചനയ്ക്ക് പോകാൻ പറ്റുള്ളൂ. മറ്റൊരാളുടെ വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല സാഹിത്യ രചന. ഇപ്പൊ നമുക്ക് ഒരുപാട് എഴുത്തുകാരുണ്ട്, എസ്എംസ്കി അല്ലെങ്കിൽ അതുപോലുള്ള സാഹിത്യകാരന്മാരൊക്കെ ലോകത്ത് ഒരുപാട് പേരുണ്ട്, ഗബ്രിയേൽ ഗാർസിയമാർക്ക്. ഇവരൊന്നും നമുക്ക് എടുക്കാൻ കൊള്ളില്ല, നമുക്ക് വായിക്കാൻ മാത്രമേ ഉള്ളൂ. അവരെയൊന്നും നമുക്ക് സ്വീകരിക്കാൻ, നമ്മുടെ എഴുത്തുകാരനെ നിലയിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് നമ്മുടെ വഴി, നമ്മുടെ മൈൻഡ് സ്വയം രൂപപ്പെടുത്തുന്ന വഴിയാണ്. അത് മാത്രമേ സാധിക്കൂ. നമുക്ക് ആ വഴി കണ്ടുപിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മറ്റൊരാളുടെ വഴി നമുക്ക് എടുക്കാൻ പറ്റില്ല. രവീന്ദ്രനാഥ് ടാഗോറിനെ ഉപയോഗിച്ച് നമുക്കൊന്നും എഴുതാനില്ല. ഞാൻ ഒരു വരി എടുക്കാൻ എനിക്ക് സാധിക്കില്ല. ഒരു വായിച്ചിട്ട് അതിനകത്തൊരു ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ചില അഭിപ്രായം പറയുന്നല്ലാണ്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് മറ്റൊരു എഴുത്തുകാരനെയും ഒരു മാതൃകയാക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ആ വഴി സ്വീകരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാധിക്കില്ല. നമ്മുടെ ഒരു മെക്കാനിസം, ഒരു ബയോ മെക്കാനിസത്തിനകത്ത് സ്വയം രൂപപ്പെടുന്ന ഒരു വഴിയാണ് നമ്മുടെ സാഹിത്യകൃതി എന്ന് പറയുന്നത്. നമുക്ക് ഒരു ലേഖനം, ഞാനിപ്പോൾ നാളെ എഴുതാൻ പോകുന്ന ഒരു ലേഖനം എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അത് എഴുതി വരുമ്പോഴായിരിക്കും ഒരു വലിയ വിസ്ഫോടനം സംഭവിക്കുന്നവരാണ്. ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ എഴുതി വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ആശയം,
അതുവരെ നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ വന്ന് എത്തിച്ചേരും. ഭാഷ വന്ന് എത്തിച്ചേരും. ഭാഷ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു രൂപപ്പെടലായിട്ട് മാറുന്നപ്പോഴാണ് നമ്മൾ വിചാരിക്കാത്ത ഭാഷ വരികയാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഭാഷ ഉണ്ടാക്കാൻ കഴിയുന്നു. ഭാഷ നമ്മൾ മനസ്സ് രൂപപ്പെടുത്തുന്ന, മനസ്സിന്റെ ആവശ്യത്തിനൊത്ത് മനസ്സ് കണ്ടുപിടിക്കുന്ന ഭാഷയാണത്. നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് യുക്തിനിഷ്ഠമായിട്ടൊരു ലാംഗ്വേജ് ഉണ്ടാക്കാൻ കഴിയില്ല. അത് ഭാഷ എവിടെയാന്ന് വെച്ചാൽ നമ്മളൊരു കത്ത് എഴുതുമ്പോൾ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ ഒരു വാർത്ത എഴുതുമ്പോൾ നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ഭാഷയുണ്ട്. പക്ഷെ ഒരു ക്രിയേറ്റീവായ ഒരു ക്രിറ്റിസിസം ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മേഖലകളിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും കണ്ടിട്ടും കേട്ടില്ലാത്ത ഒരു ലാൻഡ്സ്കേപ്പാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു സ്വപ്ന ലോകത്തെ ഒരു ഒരു ഏകാഗിയായി നമ്മൾ മാറുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് അനുഭവപ്പെടുന്നതാണ്. ഒരു ലൗകിക ജീവിതത്തിന്റെയും ഒരു ആത്മീയ ജീവിതത്തിന്റെയും എല്ലാം സമന്വയമായി മാറുന്ന, അല്ലെങ്കിൽ ഒരു ദാർശനികമായ ജീവിതത്തിന്റെയും ഒരു ഒരു മിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതത്തിന്റെയും സമന്വയമായി മാറുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ ഒരു ഭാഷ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. റിയലിസ്റ്റ് ഭാഷ എന്ന് നമ്മൾ പറയുന്ന ഭാഷയിൽ ഞാൻ ഒട്ടും തൃപ്തമല്ല, തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. റിയലിസ്റ്റ് ഭാഷ എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യങ്ങൾ പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മിനിമം ലാംഗ്വേജ് എന്ന നിലയിൽ ഉപയോഗിക്കുന്നത്, എനിക്ക് അത് ഇതിൻ്റെ ഭാവനാപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അത് പര്യാപ്തമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഭാഷയെ ഇഷ്ടപ്പെടാത്തത്. എൻ്റെതായ ഒരു ടച്ചുള്ള ഒരു ഭാഷയായിരിക്കും ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ എൻ്റെ ഒരു നോട്ടമുണ്ടാകും, ഒരു ഏത് കോണിൽ നിന്ന് ഞാൻ നോക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും കാലം എഴുതി, ഞാൻ എൻ്റെ നാട്ടിൽ കൂത്താറുള്ളത് എഴുതി, കൂത്താറ് 1989 ഞാനൊരു വലിയൊരു പ്രദർശനമൊക്കെ നടത്തി. രചനകളുടെ 100 അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രചനകൾ 100 രചനകൾ അവിടെ ഞാൻ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനമൊക്കെ നടത്തി. ആ സന്ദർഭത്തിലാണ് മനുഷ്യാമ്പരാന്തങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ചർച്ച നടന്നു നോക്കി. അതിനുശേഷമാണ് അതിന് അങ്കണം അവാർഡ് ലഭിക്കുന്നത്. പക്ഷെ കൂത്താറുടത്ത് എന്നെ അറിയുന്നവർ ധാരാളം പേരുണ്ടെങ്കിലും, ഞാൻ എഴുത്തുകാരനാണെന്ന് അറിയുന്നവർ ധാരാളം പേരുണ്ടെങ്കിലും, എത്രമേരെ അതിൻ്റെ നിശിതമായ രീതി ഞാൻ ഉന്നയിക്കുന്ന ആശയങ്ങളും തർക്കങ്ങളും ചർച്ചകളും അതേപടി ഉൾക്കൊള്ളുന്നു എന്നുള്ളത് എനിക്ക് സംശയമാണ്. ശരിയായ വായനക്കാരെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ എവിടേക്കോ ചിതറിക്കിടക്കുകയാണ്. അവർ നമ്മുടെ തൊട്ടുമുമ്പ് കൺമുമ്പിലില്ല, വളരെ വളരെ ദൂരത്തിരുന്നാണ് അവർ വായിക്കുന്നത്. എല്ലാവരും നമുക്ക് പിന്തുണ തരണമെന്നില്ല. ഈ ഘട്ടത്തിൽ നമുക്ക് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചവരോ ഒക്കെ ശരിക്കും ഒരു ഘട്ടത്തിൽ നമ്മൾ എഴുതി മുന്നോട്ട് വരുമ്പോൾ അവർ നമ്മളെ അകന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ നാട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ നമ്മൾ പഠിച്ചു എന്നുള്ളതിന്റെ പേരിൽ നമുക്ക് ഒരു പ്രത്യേക ഖ്യാതിയും തരാൻ ആരും ഈ സമൂഹം ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ തരുന്നില്ല അവരാരും സീരിയസ് ആയ ഒരു സാഹിത്യകഥയിൽ നമ്മൾ ഏർപ്പെടുന്നതിൽ പൂർണ്ണമായിട്ട് അതിൽ തൃപ്തരാണോ എന്ന് എനിക്കറിയില്ല. അവരതിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരുപക്ഷെ നമ്മളെ കൂടുതൽ ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവരും ആ കൂടെ വരുന്നുണ്ടായിരിക്കും. അതല്ലാണ്ട് നമുക്ക് സ്വതന്ത്രമായ ഒരു അസ്തിത്വം തരുന്ന കാര്യത്തിൽ ഈ സുഹൃത്തുക്കളും ഈ നാട്ടിലുള്ളവരും മറ്റ് വിദ്യാർത്ഥികളായിട്ടുള്ളവരും നമ്മുടെ അധ്യാപകരായിട്ടുള്ളവരും പൂർണ്ണമായ പിന്തുണ നമുക്ക് നൽകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ അവരുടെ താല്പര്യങ്ങൾക്ക് അല്ലാതെ നമ്മളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സാഹിത്യരചന നടത്തുന്നത്. എൻ്റെ താല്പര്യങ്ങളായിരിക്കും എൻ്റെ രചനയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അതിൽ സമൂഹത്തിന്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിലില്ല. ഈ ലേഖനങ്ങൾ അല്ലെങ്കിൽ ഈ രചനകൾ വായിച്ച് ഏതെങ്കിലും സ്ഥലത്തുള്ള ആളുകൾ, എവിടെയെങ്കിലും ഒക്കെ ഉള്ള ആളുകൾ, ആസ്വാദകരായിട്ടുള്ള ആളുകൾ അവരുടെ മനസ്സിന്റെ സന്തോഷത്തിനും ചിന്തയ്ക്കും വേണ്ടി അവരത് കണ്ടുപിടിക്കുകയും ആസ്വദിക്കുകയും അവരത് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ വായനക്കാരനെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഒരാളെ വായനക്കാരൻ ഉണ്ടാവണമെന്നില്ല. ഓരോ കാലഘട്ടത്തിലും പുതിയ വായനക്കാരുണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പുതിയ ഒരു സ്ഥലത്ത് താമസിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് പുതിയ അയൽവക്കക്കാരുണ്ടാകുന്നത് പോലെ, അവിടുന്ന് മാറി വേറൊരു സ്ഥലത്ത് താമസിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് പുതിയ അയൽക്കാരെ കിട്ടുന്നത് പോലെയാണ് ഒരു എഴുത്തുകാരനെ ശരിക്കും കാണാൻ കഴിയുന്നത്. ഇപ്പം എൻ്റെ ആത്മായന ഖസാക്ക് എഴുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും അവിടുത്തെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ അതിൻ്റെ വായനക്കാർ ഇന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അവരെവിടെയോ പോയി. പുതിയ പുസ്തകം എഴുതി മുത്തശ്ശി നീലാകാശങ്ങൾ അല്ലെങ്കിൽ ഈ അനന്യമായ ഓർമ്മപാതകളിൽ ലോകമിതാ പുനർജനിക്കുന്നു തുടങ്ങിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് എഴുതുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ വന്നവരെ ഈ കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തിനിടയിൽ പ്രത്യക്ഷപ്പെട്ട കുറെ വായനക്കാർ ഇപ്പൊ എനിക്കുണ്ട്. അവർ വളരെ ആവേശകരമായി ഇത് വായിച്ചുകൊണ്ടിരിക്കുക. ഓരോ ലേഖനങ്ങൾ എഴുതുമ്പോൾ അവർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഓരോ ലേഖനങ്ങളെ കോട്ട് ചെയ്ത് അവർ അവിടെയും ഇവിടെയും എല്ലാം എഴുതുന്നുണ്ട്. ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നവരുണ്ട്. അവര് എനിക്ക് പുതുതായി കിട്ടിയവരാണ്. പക്ഷെ ഞാൻ അത് എന്നും നിലനിൽക്കുന്നവരായിട്ടല്ല കാണുന്നത്. ഏത് സമയത്താണ് അവർ നമ്മുടെ അപ്രീതി സമ്പാദിക്കുന്നത് അറിയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ലേഖനം ഞാൻ എഴുതുമ്പോൾ വിപ്ലവകരമായ ഒരു ലേഖനമായിരിക്കും, അല്ലെങ്കിൽ വിമർശനാത്മകമായ ഒരു പ്രതികരണം ഞാൻ നടത്തുമ്പോഴായിരിക്കും
അവരുടെ വായന അവസാനിക്കുന്നത്. അതുവരെ തുടർന്ന് വന്ന എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ആശയം അവർക്ക് വിരുദ്ധമായ ഒന്ന് അവർ കാണുമ്പോൾ അവർ ചിലപ്പോൾ ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കും സംഭവിക്കുന്നത്. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ സാഹിത്യകാരനായിട്ട് ഇതിലാണെങ്കിൽ വലിയ സംഘർഷങ്ങളുണ്ട്. നമുക്കൊരു ഓർക്കസ്ട്ര വേണം, ഒരു ബാൻഡ് മേളം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സുഹൃത്തുക്കൾ നമുക്ക് ആവശ്യമാണ്. അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് വേണ്ടി അവർ പല പ്രവർത്തനങ്ങളും വായനയും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നൊരു ആനന്ദം കിട്ടാൻ സാധ്യതയുള്ളത്. നമ്മളൊന്നും വർജിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യം വേണ്ട, ഒരു പുരസ്കാരം വേണ്ട, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന്റെ പിന്തുണ വേണ്ട, ഒരു അംഗീകാരം വേണ്ട എന്നെല്ലാം കടുത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമുക്ക് ആവശ്യമില്ല. കാരണം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ സ്നേഹിക്കുന്ന ആൾക്കാർ എവിടെയൊക്കെ ഉണ്ട്. അവരുടെ സ്നേഹം അവർ പ്രകടിപ്പിക്കാൻ അവർക്ക് കിട്ടുന്ന ഒരു അവസരം നമ്മളായിട്ട് മുടക്കേണ്ട ആവശ്യമില്ല. അവരുടെ ജീവിതത്തിൽ അവർ ചിലപ്പോൾ വളരെ ദുർലഭമായിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു മനസ്സ് കാണിക്കുന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ അതിനെ തിരസ്കരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. അത് ഒരു സ്വതന്ത്രമായ നിലപാട് ഞാൻ പറയുകയാണ്. അതേസമയത്ത് നമ്മൾ അതിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇന്നൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തെ നിങ്ങളെല്ലാവരും നെഞ്ചിലേറ്റി, നിങ്ങളെല്ലാവരും എന്നെ ആകാശത്തേക്ക് ഉയർത്തി തരണം എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ അവരുടെ സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നുന്ന ഒരു നിമിഷത്തിൽ അവർ നമ്മുടെ വീട്ടിൽ വരുന്നു, നമുക്ക് അവരൊരു പൂച്ചെണ്ട് സമ്മാനിക്കുന്നു, ആ പൂച്ചെണ്ട് നമ്മൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സത്യസന്ധമായി പറയുകയാണെങ്കിൽ നല്ലൊരു അടയാളമാണ്. ഒരു എഴുത്തുകാരൻ ഒരു അടയാളം. എഴുത്തുകാരന് ഇങ്ങനെയുള്ള പൂച്ചെണ്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കണം. കാരണം അയാളുടെ കലാപങ്ങൾക്ക് അയാളുടെ വായനക്കാർ കൂട്ടുണ്ട്, അല്ലെങ്കിൽ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സന്തോഷം നിമിഷം അയാളെ സംബന്ധിച്ച് വളരെ ഉത്തേജനം നൽകുന്നതായിരിക്കും.